പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കാറുണ്ടല്ലേ, കുതിരപ്പുറത്തിരിക്കുന്ന ഈ വിശുദ്ധൻ ആരാണാവോ ഇത്? ഒരു വാളി കുതിരയുടെ താഴെ കിടക്കുന്നുണ്ടല്ലേ. നമ്മളെപ്പോഴും ചിന്തിച്ചു നോക്കും, ദൈവമേ, സേനാനായകന്റെ ചിത്രമായിട്ട് കുതിരപ്പുറത്ത് ഒരു കുന്തം വാളിയുടെ മുഖത്തേക്ക് കുത്തി നിർത്തുന്ന ഒരു വിശുദ്ധന്റെ രൂപം. ഏപ്രിൽ 23 നമ്മൾ പ്രാർത്ഥനയോടെ കൊണ്ടാടുന്ന വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാളാണ്. നന്നേ ചെറുപ്പം എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് 20-ാമത്തെ വയസ്സൊക്കെ മുതൽ സൈന്യത്തിന്റെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ വലിയൊരു സൈന്യാധിപൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ സാധ്യമല്ല എന്ന് പറഞ്ഞ് വിശ്വാസം പ്രഘോഷിച്ച ഈ വിശുദ്ധൻ മരണത്തെ കൈവരിക്കുമ്പോൾ ആ വിശുദ്ധന്റെ ജീവിതം നമ്മൾ ഓർമ്മപ്പെടുത്തിയ കാര്യമുണ്ട്. ആ വെള്ളക്കുതിര വിജയത്തിന്റെയും ശുദ്ധതയുടെയും പ്രതീകമായിട്ട് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ആ വിശുദ്ധന്റെ രൂപം എപ്പോഴും കാണുമ്പോൾ ഒരു വെള്ളക്കുതിരയുടെ മുകളിലിരിക്കുന്ന ആ വിശുദ്ധൻ ശുദ്ധതയുടെയും വിജയത്തിന്റെ അടയാളെ കാണുകയാണ്. നമ്മളിങ്ങനെ ഉയരത്തിലാണ്, വാളിയേക്കാളും മുമ്പിൽ ഉയരത്തിൽ നിൽക്കുമ്പോൾ തിന്മയേക്കാളും മുകളിലാണ് നന്മയുടെ വിജയം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിശുദ്ധനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നന്നേ ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ സ്ഥാനമാനങ്ങളിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിനക്ക് ലക്ഷ്യമുണ്ടോ? നിന്നെ കൈപിടിച്ച് ചേർത്താൻ ഒരു ദൈവമുണ്ട്. നിനക്ക് നല്ലൊരു ലക്ഷ്യമുണ്ടോ? നിനക്കൊരു വിശ്വാസമുണ്ടോ ദൈവത്തിൽ? നിന്നെ ദൈവം കൈപിടിച്ച് ചേർത്തും. പ്രത്യേകിച്ചും പാമ്പിൽ നിന്നും തേളിൽ നിന്നും പണ്ട് കാലം മുതൽ അങ്ങനെയാണല്ലേ നമ്മൾ വിശ്വസിച്ച് ഇങ്ങനെ ഇഴജന്തുക്കളിൽ നിന്നൊക്കെ വലിയ സംരക്ഷണം നൽകുന്ന വലിയ വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. തിന്മയിൽ നിന്ന് മാറാൻ, നന്മയിൽ മുന്നേറാൻ, ശുദ്ധതയും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കാൻ ഈ വിശുദ്ധനെ പോലെ ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം വിശുദ്ധ ഗീവർഗീസിലൂടെ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.